ലോക പരിസ്ഥിതി ദിനമാണ്. പ്ലാസ്റ്റിക് മുക്തമാക്കാം നാടിനെ. രാസമാലിന്യങ്ങൾ നിറഞ്ഞും ചെളിയടിഞ്ഞും ഗുരുതര പാരിസ്ഥിതിക പ്രശ്നങ്ങളാണ് പെരിയാർ നേരിടുന്നത്. പെരിയാറിനെ ആശ്രയിച്ചുള്ള കുടിവെള്ള പദ്ധതികളെ കൂടിയാണ് ചെളി ബാധിക്കുന്നത്. രാസമാലിന്യങ്ങൾ മത്സ്യക്കുരുതിക്കും ഇടയാക്കുകയാണ്. ഈ പ്രശ്നം ചർച്ച ചെയ്ത് പരിസ്ഥിതി പ്രവർത്തകർ അടക്കമുള്ളവർ എലൂരിൽ നിന്നും ജനം ടിവിക്കൊപ്പം ചേരുന്നു. എറണാകുളം ജില്ലയിൽ പരിസ്ഥിതി മലിനീകരണത്തിൻ്റെ പാരിസ്ഥിതിക പ്രശ്നങ്ങളുടെ ഏറ്റവും വലിയ ദൃഷ്ടാന്തമാണ് പെരിയാറിൻ്റെ മലിനീകരണം. നിരന്തരമായി തന്നെ മണ്ണ് അടിഞ്ഞുള്ള പ്രശ്നങ്ങൾ ഒരു ഭാഗത്തുണ്ട്. അത് കുടിവെള്ളം മുട്ടിക്കുന്ന രീതിയിലേക്ക് പോകുന്നു. അതോടൊപ്പം തന്നെയാണ് നമ്മളിപ്പോൾ നിൽക്കുന്ന ഏലൂർ എടയാർ വ്യവസായ മേഖലയിലെ കമ്പനികൾ പുറത്തുവിടുന്ന നിരവധി രാസവസ്തുക്കളുണ്ട്. ആ രാസവസ്തുക്കളെല്ലാം തന്നെ പോകുന്നത് ഈ ഒരു പുഴയിലേക്ക് തന്നെയാണ് ഒഴുക്കിവിടുന്നത്. ഇത് സംബന്ധിച്ച് കൃത്യമായ പരിശോധനകളൊന്നും തന്നെ നടക്കാറില്ല. യാതൊരു തരത്തിലുള്ള കൃത്യമായ പരിശോധനകളും പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് അടക്കം നടത്താത്തത് കൊണ്ട് തന്നെയാണ് തുടർച്ചയായി ഇത് ആവർത്തിക്കുകയും ചെയ്യുന്നത്. പെരിയാറിൻ്റെ മലിനീകരണം ഒരു തുടർക്കഥയായി മാറുന്നു. നേരത്തെ മത്സ്യങ്ങൾ ചത്തുപൊങ്ങിയ സംഭവങ്ങളുണ്ടായിരുന്നു. മത്സ്യങ്ങൾ ചത്തുപൊങ്ങിയതിനെ തുടർന്ന് മത്സ്യ കർഷകരടക്കം വലിയ തോതിലുള്ള പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചു. പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ഓഫീസിന് മുന്നിൽ വലിയ പ്രതിഷേധങ്ങൾ നടന്നിരുന്നു. പരിസ്ഥിതി പ്രവർത്തകർ ഇക്കാര്യത്തിൽ ശക്തമായി തന്നെ രംഗത്ത് വന്നു. കാരണം അവർ പലവട്ടം ആവശ്യപ്പെട്ടുള്ള കാര്യമാണ് ഇതിൽ പരിസ്ഥിതി പെരിയാറിനെ മലിനമാക്കുന്ന കമ്പനികൾക്കെതിരെ നടപടി വേണം. അവിടെ തന്നെ മാലിന്യങ്ങൾ സംസ്കരിക്കാനുള്ള സംവിധാനങ്ങൾ അത് പൂർണ്ണമായും തന്നെ പല കമ്പനികളിലും സജ്ജമല്ല. അവരെല്ലാവരും തന്നെ രാസമാലിന്യങ്ങൾ വലിയ തോതിൽ ഈ ഒരു പെരിയാറിലേക്ക് ഇവിടേക്ക് ഒഴുക്കി വിടുന്ന ഒരു കാഴ്ച തന്നെയാണ് കാലങ്ങളായി കാണുന്നത്. അതുകൊണ്ട് തന്നെ അത് സംബന്ധിച്ച്